ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാന്റെ സമഗ്ര വികസനത്തിനായി 10,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് ഇന്ത്യ. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ മണ്ഡല പര്യടനം സജീവമാക്കി സ്ഥാനാർത്ഥികൾ. വോട്ടർ പട്ടികയിൽ തിങ്കളാഴ്ച വരെ പേര് ചേർക്കാം. റഷ്യയിലെ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ISIS-K ഏറ്റെടുത്തു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യൂറോപ്യൻ യൂണിയനും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളും. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചു. അടുത്ത 5 വർഷത്തേക്ക് ഭൂട്ടാന്റെ സമഗ്ര വികസനത്തിനായി 10,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ഇന്ത്യ നൽകും. ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പര സഹകരണം തുടരുമെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഇന്ത്യയുടെ സഹായത്തോടെ ഭൂട്ടാൻ തലസ്ഥാനമായ തിങ്ഫുവിൽ നിർമ്മിച്ച അത്യാധുനിക അമ്മയും കുഞ്ഞും ആശുപത്രിയായ ഗാൽസുയൻ ജെറ്റ്സൻപേമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 150 കിടക്കകളുള്ള ആശുപത്രിയുടെ നിർമ്മാണം 2 ഘട്ടങ്ങളിലായാണ് പൂർത്തിയായത്. 22 കോടി രൂപ ചെലവിൽ ഒന്നാം ഘട്ടം 2019 മുതൽ പ്രവർത്തനക്ഷമമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 119 കോടി രൂപ ചെലവിൽ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം 2019-ലാണ് ഇന്ത്യ ഏറ്റെടുത്തത്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക CBI കോടതി ജഡ്ജി കാവേരി ബവേജയാണ് കസ്റ്റഡി അനുവദിച്ചത്. കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ED മദ്യനയ അഴിമതിയുടെ പിന്നിൽ കെജ്രിവാളാണെന്ന് കോടതിയെ അറിയിച്ചു. ഇപ്പോൾ പിൻവലിച്ച മദ്യനയം രൂപീകരിക്കുന്നതിൽ കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ടെന്നും ED അറിയിച്ചു. 2024 പൊതു തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കാൻ 2100 നിരീക്ഷകരെ വിന്യസിച്ചിട്ടുണ്ട്. കേന്ദ്ര നിരീക്ഷകർക്കാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും മേൽനോട്ട ചുമതല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ ബലപ്രയോഗം, പ്രേരണ, ഭീഷണി എന്നിവ ഉണ്ടാകുന്നത് തടയുക എന്നതായിരിക്കും നിരീക്ഷകരുടെ പ്രാഥമിക ചുമതല. കൂടാതെ സുരക്ഷാ സേനയുടെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും വോട്ടിംഗ് യന്ത്രങ്ങളുടെയും നീതിപൂർവമായ വിന്യാസത്തിനും മേൽനോട്ടം വഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ആദ്യഘട്ടം ഇന്നലെ ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോരയിൽ നടന്നു. ബന്ദിപ്പോര ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഷക്കീൽ ഉൾ റഹ്മാൻ ഉൾപ്പെടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് റാൻഡമൈസേഷൻ നടത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. EVM-കളുടെ അസൈൻമെന്റിൽ എന്തെങ്കിലും പക്ഷപാതമോ കൃത്രിമമോ ഉണ്ടാകുന്നത് തടയാൻ റാൻഡമൈസേഷൻ സഹായിക്കുമെന്നും അങ്ങനെ ഓരോ പോളിംഗ് സ്റ്റേഷനും അതിന്റെ യന്ത്രങ്ങൾ നിഷ്പക്ഷമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കും. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ സംഘടനയുടെ നേതൃത്വത്തിലാണ് ദിനം ആചരിക്കുന്നത്. കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മനുഷ്യനും ഭൂമിയും തമ്മിൽ ആഴത്തിലുണ്ടാകേണ്ട പരസ്പര ബന്ധം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണിന്ന്. പ്രകൃതിയെ വിലമതിക്കാനും സംരക്ഷിക്കാനും നാം അടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും ഓരോ കാലാവസ്ഥാ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഊർജ്ജ സംരക്ഷണത്തിനായി ആഗോള ജനത ഒരുമിക്കുന്ന ഭൌമമണിക്കൂർ ആചരണം ഇന്ന്. രാത്രി 8:30 മുതൽ 1 മണിക്കൂർ അനിവാര്യമല്ലാത്ത വൈദ്യുതി വിളക്കുകൾ അണച്ചാണ് ഭൌമമണിക്കൂറിൽ പങ്കാളികളാകേണ്ടത്. 2007-ൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടാണ് ഈ ആശയം പ്രാവർത്തികമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതിനായി BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സമിതി അംഗങ്ങൾ, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രിയുടെ വിവിധ സ്ഥാപനങ്ങളിൽ CBI പരിശോധന നടത്തി.
പണമിടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് കൊൽക്കത്തയിലെയും മറ്റ് നഗരങ്ങളിലെയും മഹുവ മൊയ്ത്രിയുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നത്. ലോക്പാലിന്റെ നിർദ്ദേശപ്രകാരം മുൻ തൃണമൂൽ എംപിയായ മഹുവയ്ക്കെതിരെ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ അവലോകന യോഗം പുരോഗമിക്കുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ജില്ലാ ഇലക്ഷൻ ഓഫീസർ, പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവികൾ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ പേര് ചേർക്കാം. അപേക്ഷ നൽകിയവർ വീണ്ടും നൽകേണ്ടതില്ല. വിശദാംശങ്ങളിലേക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. 18 വയസ്സു തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൌരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ voters.eci.gov.in പ്രവേശിച്ച് മൊബൈൽ നമ്പർ വഴി പുതിയ അക്കൌണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്തു വേണം തുടർ നടപടികൾ ചെയ്യാൻ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷാ എൻട്രികൾ പൂരിപ്പിക്കാൻ കഴിയും. ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം, ജില്ല, പാർലമെന്റ്, നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര്, വ്യക്തിഗത വിവരങ്ങൾ, ഇമെയിൽ ഐഡി, ജനനതീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കാൻ. അപേക്ഷ സംബന്ധിച്ച സ്ഥിതി വിവരം ഓൺലൈനായോ അതത് താലൂക്ക് ഓഫീസുകളിലെ ഇലക്ഷൻ വിഭാഗം, BLO എന്നിവിടങ്ങളിൽ നിന്നോ അറിയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി പര്യടനം സജീവമായി. വരും ദിവസങ്ങളിൽ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ എത്തുന്നതോടെ പ്രചാരണം കനക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും ചൂടേറിയ പ്രചാരണത്തിലാണ്. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും. വിവിധ പ്രചാരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കും. ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ക്യാമ്പസും സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കമുവിൻകോട് ദുർഗാദേവി ക്ഷേത്രം, PN പണിക്കർ ഫൌണ്ടേഷൻ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും. വിവിധ പ്രചാരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. കുണ്ടറ, ഇരവിപുരം മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം. കൊല്ലം നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ ഇന്നത്തെ പര്യടനം. അതേസമയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത NDA നിയോജക മണ്ഡലം തല നേതൃയോഗങ്ങൾ പൂർത്തിയാക്കി. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 60 പേർ മരിച്ചു. മോസ്കോയുടെ പ്രാന്തപ്രദേശത്തുള്ള ക്രോക്കസ് സിറ്റി ഹാളിൽ സംഗീത നിശ തുടങ്ങാനിരിക്കെയായിരുന്നു ആയുധധാരികളായ 3 പേർ വെടിയുതിർത്തത്. 145-ലധികം പേർക്ക് പരിക്കേറ്റു. ഭീകര സംഘടനയായ ISISK ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മോസ്കോയിൽ നടന്ന ഭീകരാക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, UK, ഫ്രാൻസ്, സ്പെയിൻ, UAE, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30 മൊഹാലിയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 7:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് 2ാം മത്സരം. ഇന്ന് ഷഹീദ് ദിവസ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനം. 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിലാണ് ഇവർ തൂക്കിലേറ്റപ്പെട്ടത്. രാജ്യത്തുടനീളം ദിനത്തിൽ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കും. ഹോളി പ്രമാണിച്ച് കൊച്ചുവേളിയിൽ നിന്ന് ഈ മാസം 26, 29, ഏപ്രിൽ 2, 5 ദിവസങ്ങളിൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാന്റെ സമഗ്ര വികസനത്തിനായി 10,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് ഇന്ത്യ. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ മണ്ഡല പര്യടനം സജീവമാക്കി സ്ഥാനാർത്ഥികൾ. വോട്ടർ പട്ടികയിൽ തിങ്കളാഴ്ച വരെ പേര് ചേർക്കാം. റഷ്യയിലെ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ISISK ഏറ്റെടുത്തു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങളും. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.